Hello everyone, welcome to the class. ഇന്ന് നമ്മൾ NCERT ക്ലാസ് 11 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീട്ടിൽ ഏകദേശം 3-4 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ആനിമൽ കിങ്ഡം. ചാപ്റ്ററിൻ്റെ പേരാണ് ആനിമൽ കിങ്ഡം. സോ നിങ്ങളെല്ലാവരും ഇത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ പോലെ തോന്നിക്കാണും. കാരണം നമ്മളിതിൽ കുറേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുണ്ട് അല്ലേ, നമ്മൾ ഓർത്ത് വയ്ക്കാനുണ്ട്. സോ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ, നമ്മൾ ബേസിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് ഇതിൽ നമുക്ക് 11 ഫൈലംസിനെ പറ്റി പഠിക്കാനുണ്ട്. 11 ഫൈലംസ്. അപ്പോൾ ആദ്യം നമ്മൾ ഫൈലം നെയിംസ് ഒന്ന് പഠിച്ചു വെക്കാം. സോ ദ ഫസ്റ്റ് ഫൈലം ഇസ് പോരിഫെറ. ഫസ്റ്റ് ഫൈലം Porifera or sponges. എല്ലാ ഫൈലം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബട്ട് അതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് ഫൈലം ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷനും ഓരോ ഫൈലത്തിൽ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടർ എന്നൊക്കെ പഠിക്കാം. സോ ദ ഫസ്റ്റ് ഈസ് പോരിഫെറ ഓർ സ്പോഞ്ചസ്. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് സീലൻട്രേറ്റ. നെക്സ്റ്റ് വരുന്നതാണ് സീലൻട്രേറ്റ ഓർ നൈഡേരിയ. Coelenterate or Cnidaria. ഓക്കെ, തേർഡ് വരുന്നതാണ് നമ്മുടെ ടീനോഫോറ. കോം ജെല്ലീസ്. ടീനോഫോറ അല്ലെങ്കിൽ നമുക്ക് കോം ജെല്ലീസ് എന്നും വിളിക്കാം. ഓർ സീ വാൾനട്ട്. ഓക്കെ, പിന്നെ വരുന്ന ഫൈലമാണ് പ്ലാറ്റിഹെലമിന്തസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാ? ഫസ്റ്റ് വരുന്നത് പോരിഫെറ, സെക്കൻഡ് വരുന്നത് സീലൻട്രേറ്റ, തേർഡ് വരുന്നത് ടീനോഫോറ, ഫോർത്ത് വരുന്നത് പ്ലാറ്റിഹെലമിന്തസ്, ഫിഫ്ത്ത് വരുന്നതാണ് ആസ്കെലമിന്തസ്. പ്ലാറ്റിഹെലമിന്തസിന് ഫ്ലാറ്റ് വേംസ് എന്ന് കൂടി പറയാറുണ്ട്. ആസ്കെലമിന്തസ് നമ്മൾ റൗണ്ട് വേംസ് എന്ന് പറയും. സോ ഹെൽമിൻ എന്ന് വെച്ചാൽ വേംസ്. വേംസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസ്കെലമിന്തസ്, വിച്ച് മീൻസ് ദ വേം. നെക്സ്റ്റ് വരുന്ന ഫൈലമാണ്, സിക്സ്ത് ഫൈലമാണ് എനലിഡ. സെവൻത്ത് വരുന്നത് ആർത്രോപോഡ. എയ്റ്റ് വരുന്നതാണ് മൊലുസ്ക. നയൻത്ത് വരുന്നത് അക്കൈനോഡെർമറ്റ. ടെൻത്ത് വരുന്നത് ഹെമികോർഡേറ്റ. അതിൻ്റെ അവസാനം വരുന്ന ഫൈലമാണ് കോർഡേറ്റ. സോ ഇതൊക്കെയാണ് ഈ 11 ഫൈലമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഈ 11 ഫൈലം ഓർഡർ വൈസ് പഠിച്ചാൽ നമുക്ക് കുറേ കാര്യം എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും 1 മിനിറ്റ് എടുത്തിട്ട് ഈ ഫൈലം വൃത്തിക്ക് പഠിക്കും. ഫസ്റ്റ് ഇസ് പോരിഫെറ, which is second is Coelenterata, third is Ctenophora, fourth is Platyhelminthes, fifth is Asclepias, sixth Annelida, seventh Arthropoda, eighth Mollusca, ninth Echinodermata, 10th Hemichordata, and 11th is the Chordata. ഇനി നമുക്ക് ബേസിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ സോ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാ ഓർഗാനിസത്തിനെയും ഓരോ ഫൈലംസിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് നമ്മൾക്ക് കോർഡേറ്റയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് കോർഡേറ്റയിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വെർട്ടിബ്രൽ കോളം ഉണ്ട്. ആൻഡ് നമ്മൾ മാമൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ് വരുന്നത്. മാമൽസ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഫീച്ചർ പറയുകയാണെങ്കിൽ മെമ്മറി ഗ്ലാൻസ് ഓൺലി പ്രസൻറ്റ് ഇൻ മാമൽസ്. ഇത് നമുക്ക്
ഇത് നമുക്ക് വേറെയുള്ള ഫൈലത്തിൽ നമുക്കിത് കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഹെയർസ് ഉണ്ട് അല്ലേ, ഹെയർസ്, ദീസ് ഷോർട്ട് ടൈനി ഹെയർസ് ഉണ്ടല്ലോ, അതും മാമൽസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ്. സോ ഇങ്ങനെ പല പല കാരണങ്ങളുമുണ്ട്, പല പല ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും ഓരോ ഫൈലത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ 4 ടൈപ്സ് ഉണ്ട്. ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമുക്ക് 4 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ സെൽസ്. എന്തായിരിക്കും സെല്ലുലാർ ലെവൽ എന്ന് വെച്ചാൽ? സെല്ലുലാർ ലെവൽ എന്ന് വെച്ചാൽ ഈ ഓർഗാനിസത്തിൽ നമുക്ക് സെൽസ് മാത്രമേ കാണാൻ പറ്റൂ. മൾട്ടി സെല്ലുലാർ ആണ്, സെൽസ് മാത്രമേ കാണാൻ പറ്റൂ നമുക്ക് ഈ ഓർഗാനിസംസിൽ. അവരിൽ ടിഷ്യൂസോ ഓർഗൻസോ ഒന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് സെൽസ്. ഈ സെൽസ് കേപ്പബിളാണ് എല്ലാ ഫങ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സെൽസിനുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസംസ്, വെറും സെൽസ് ആണ് ഓർഗാനിസത്തിലെങ്കിൽ നമ്മളതിനെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് ഓർഗൻ ലെവൽ, പിന്നെ വരുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ സെല്ലുലാർ ലെവൽ നമുക്ക് ഈ ഓർഗാനിസത്തിൽ സെല്ല് മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പോൾ ഓർഗാനിസം സെല്ല് മാത്രം, ടിഷ്യൂ ഓർഗൻ ഒന്നുമില്ല. അപ്പോൾ നമ്മളതിനെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈ സെൽസൊക്കെ ജോയിൻ ചെയ്ത് ഒരു സിമിലർ ഫങ്ഷൻ സെൽസ് സിമിലർ ഒറിജിൻ ആൻഡ് സിമിലർ ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ടിഷ്യൂസ് എന്ന് വിളിക്കും അല്ലേ, അപ്പോൾ ഈ ഓർഗാനിസംസിൽ ടിഷ്യൂസ് ആണെങ്കിൽ അവിടെ നമുക്ക് ടിഷ്യൂസ് കാണാൻ പറ്റുമെങ്കിൽ അതിന് നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഈ ടിഷ്യൂ എന്താവും ഡെവലപ്പ് ചെയ്ത് ഓർഗൻ, ഇനി ഓർഗാനിസംസിൽ ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോർ എക്സാമ്പിൾ സ്റ്റമക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൈൻ, അല്ലെങ്കിൽ ഗാംഗ്ലിയോൺ. സോ അങ്ങനെയുള്ള ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓർഗൻസ് പ്രസൻറ്റ് ആണെങ്കിൽ നമ്മളതിനെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ കൺസിഡർ ചെയ്യപ്പെടും. ഇനി ഓർഗൻ സിസ്റ്റം ലെവലിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എലിമെൻ്ററി കനാൽ അല്ലേ. സോ ഇവിടെ ഈസോഫേഗസ് ഉണ്ട്, പിന്നെ സ്റ്റമക്കായി, പിന്നെ സ്റ്റമക്ക് എന്താവും? സ്റ്റമക്ക് ഇൻറ്റെസ്റ്റൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻറ്റെസ്റ്റൈൻ ഇതിപ്പോൾ ഒരു ഫ്രോഗിന് ഡൈജസ്റ്റ് സിസ്റ്റം ആട്ടോ. ഇൻറ്റെസ്റ്റൈൻ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലോക്ക് കാണാൻ പറ്റും, ഇവിടെ റെക്ടം, പിന്നെ ക്ലോക്ക. സോ ഡിഫറെൻറ്റ് ഓർഗൻ, റൈറ്റ്? സ്റ്റമക്ക് ഒരു ഓർഗൻ, ഇൻറ്റെസ്റ്റൈന്. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന സിസ്റ്റമിനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരിക്കാം, നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം. സോ അങ്ങനെ പല ഓർഗൻസ് ഗ്രൂപ്പ് ചെയ്ത് ഫോം ചെയ്യുന്നത് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയുണ്ട്? ദ ഫസ്റ്റ് ഇസ് സെല്ലുലാർ ലെവൽ, സെക്കൻഡ് ഇസ് ടിഷ്യൂ ലെവൽ, തേർഡ് ഇസ് ഓർഗൻ ലെവൽ, ഫോർത്ത് ഇസ് ഓർഗൻ സിസ്റ്റം ലെവൽ. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, സെല്ലുലാർ ലെവലിൽ ആകെ ഒരു ഫൈലം മാത്രമേ സെല്ലുലാർ ഓർഗനൈസേഷൻ കാണിക്കുള്ളൂ, ദാറ്റ് ഇസ് Porifera. Porifera is the only phylum which shows cellular level of organization. So Porifera is the only phylum which shows cellular level of organization. Tissue level of organization നമുക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ സെക്കൻഡ് ഫൈലം ഏതാ? സി ഇലൻട്രേറ്റയിലും പിന്നെ നമുക്ക് ടീനോഫോറ ഇതിൽ നമുക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും. പിന്നുള്ളത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് നമുക്ക് ഒരേ ഒരു ഫൈലത്തിലേ കാണാൻ പറ്റും, ദാറ്റ് ഈസ് പ്ലാറ്റിഹെൽമിന്തസ്.
അത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്ലാറ്റിഹെൽമിന്തസിലാണ്. നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഫൈലം ആഫ്റ്റർ പ്ലാറ്റിഹെൽമിന്തസ്? ആസ്കെലമിന്തസ്. ആസ്കെലമിന്തസ് മുതൽ കോർഡേറ്റ വരെയുള്ള എല്ലാ ഫൈലത്തിലും നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും. സോ ബേസിക്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ 4 ഉണ്ട്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അത് നമുക്ക് പോരിഫെറിൽ മാത്രമേ കാണാൻ പറ്റൂ. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് സീലൻട്രേറ്റർ ആൻഡ് ടീനോഫോറയിൽ കാണാൻ പറ്റും. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പ്ലാറ്റിഹെൽമിന്തസിൽ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ആസ്കെലമിന്തസ് ടു കോർഡേറ്റ ഈ എല്ലാ ഫൈലത്തിലും, ആസ്കെലമിന്തസ് തുടങ്ങി കോർഡേറ്റ വരുന്ന എല്ലാ ഫൈലത്തിലും നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണാൻ പറ്റും.